ഡൽഹി അതിർത്തിയിൽ തുടരുന്ന കർഷക സമരം പരിഹരിക്കാൻ നടന്ന ചർച്ച പരാജയം. കാർഷിക നിയമങ്ങൾ പരിശോധിക്കാൻ സമിതിയെ നിയോഗിക്കാമെന്ന സമവായ നിർദ്ദേശം കർഷകർ തള്ളി. വ്യാഴാഴ്ച വീണ്ടും ചർച്ച തുടരും. നിയമങ്ങൾ പിൻവലിക്കുന്നവരെ സമരം തുടരുമെന്ന് ചർച്ചയ്ക്ക് ശേഷം കർഷക സംഘടനാ പ്രതിനിധികൾ അറിയിച്ചു. കേന്ദ്ര സർക്കാർ പാസാക്കിയ 3 കാർഷിക നിയമങ്ങൾക്കെതിരായ കർഷകരുടെ പ്രതിഷേധം ഒത്തുതീർപ്പാക്കാൻ നടത്തിയ ചർച്ച പരാജയം. 3 മണിക്കൂർ നീണ്ട ചർച്ചയിൽ പ്രശ്നപരിഹാരത്തിനായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച നിർദ്ദേശം കർഷക സംഘടനകൾ തള്ളിക്കളഞ്ഞു. കർഷക സംഘടനാ പ്രതിനിധികൾ, സർക്കാർ പ്രതിനിധികൾ, കാർഷിക മേഖലയിലെ വിദഗ്ധർ എന്നിവരടങ്ങിയ സമിതിയെ വിവാദ കാർഷിക നിയമങ്ങൾ പരിശോധിക്കാൻ നിയമിക്കാമെന്നായിരുന്നു നിർദ്ദേശം. നിയമങ്ങൾ പിൻവലിക്കുന്നതിനപ്പുറം ഒരു സമവായ നിർദ്ദേശമില്ലെന്ന് 35 സംഘടനാ നേതാക്കൾ യോഗത്തിൽ വ്യക്തമാക്കി. കർഷക സംഘടനകൾ ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതല്ലാതെ പിൻവലിക്കുക എന്നുള്ളതല്ല മറ്റൊന്നും തന്നെ ഞങ്ങൾക്ക് ചർച്ച ചെയ്യാനില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ സർക്കാർ മന്ത്രി പറഞ്ഞു നിങ്ങൾ ചായ കുടിക്കുക. അപ്പോഴേക്കും ഞങ്ങൾ മറ്റു മന്ത്രിമാരുമായിട്ട് ചർച്ച ചെയ്തിരുന്നു. അവർ പറഞ്ഞു ഞങ്ങൾക്ക് ചായ കുടിക്കാനോ ബാക്കി ഇതിനൊന്നും ഒരു താല്പര്യമില്ല, ഇതിനെക്കുറിച്ചിട്ട് തീരുമാനം പറയാൻ പറഞ്ഞു. സമരം ഒത്തുതീർപ്പാക്കാനുള്ള ചർച്ചയ്ക്ക് വേണ്ടി ചെറിയ സംഘത്തെ നിയോഗിക്കണമെന്ന കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശവും കർഷക സംഘടനകൾ തള്ളി. എല്ലാ കർഷകരെയും കേൾക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് സംഘടനാ പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. കർഷകരുമായുള്ള ചർച്ച നല്ലതായിരുന്നുവെന്ന് കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്ര സിംഗ് തോമർ പ്രതികരിച്ചു. और हम जब विचार करेंगे तो उन पर भी विचार करेंगे. टिकैत यूनियन के साथ भी बहुत सार्थक और बहुत ही अच्छे माहौल में और बहुत ही सारगर्भित और उपलब्धिपूर्ण चर्चा रही, ऐसा मैं मानता हूँ. വ്യാഴാഴ്ച രണ്ടാം ഘട്ട ചർച്ച നടക്കും. കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ച് കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്ര സിംഗ് തോമർ, കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ, വാണിജ്യ സഹമന്ത്രി സോം പ്രകാശ് എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുത്തത്. കർഷക സമരം തീർപ്പാക്കാൻ പ്രധാനമന്ത്രി ഇടപെടണമെന്ന് രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് ആവശ്യപ്പെട്ടു. കർഷകരുമായി ചർച്ച തുടങ്ങാൻ കഴിഞ്ഞത് സർക്കാരിന് ആശ്വാസമാണ്. എന്നാൽ പ്രശ്നപരിഹാരത്തിനായി കേന്ദ്ര സർക്കാരിന് വലിയ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ആദ്യഘട്ട ചർച്ച വ്യക്തമാക്കുന്നത്. ഡൽഹിയിൽ നിന്നും ജഗദീഷ് മിശ്രിനൊപ്പം എസ് അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്.